നഗരമാലിന്യ സംസ്കരണം ഒരു കീറാമുട്ടിയായി മാറിയിരിക്കുന്ന സംഭവമാണ് കേരളത്തിലിപ്പം. ആ മേഖലയിൽ 10 കൊല്ലം പ്രവർത്തിച്ച പരിചയം, കൺസൾട്ടേഷനും ആയി പ്രവർത്തിച്ച പരിചയം കൊണ്ട് ഞാനൊരു ചെറിയ ഒരു പ്രസൻറ്റേഷൻ അവിടെ തരികയാണ്. ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇതിനെപ്പറ്റി എല്ലാവരും പറയുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ ആണ് നഗരമാലിന്യം നേരിടുന്നത്, നഗരമാലിന്യ സംസ്കരണം നേരിടുന്നത്? കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളം മൊത്തത്തിലൊരു നഗരമായി മാറിയിരിക്കുകയാണ്. അപ്പം പണ്ട് ചെയ്തിരുന്നത് നഗരത്തിൽ നിന്നുള്ള മാലിന്യം നേരെ എടുത്ത് ഗ്രാമപ്രദേശത്തിലോ ഒഴിഞ്ഞ സ്ഥലങ്ങളിലോ കൊണ്ടുപോയി അതിനവിടെ സംസ്കരിക്കുക, അല്ലെങ്കിൽ എൻഡ് ഓഫ് ലൈഫ് ആക്കുക. സംസ്കരിക്കുക എന്നുള്ള വേർഡല്ല, അതിനെ ഒഴിവാക്കുക എന്നുള്ള വാക്കാണ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ആ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെപ്പറ്റി ഇനി സംസാരിക്കേണ്ടതില്ല, വിവരിക്കേണ്ടതില്ല. അപ്പോൾ ഇതിലെ മെയിൻ കാര്യമെന്ന് പറയുന്നത് ഇതിനെങ്ങനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ആദ്യം വേണ്ടത് വേർതിരിക്കുക. അതും ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞു എങ്ങനെ ചെയ്യണമെന്ന്. ജൈവം അജൈവം എന്ന 2 രീതിയിൽ വേർതിരിച്ചു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റായി. അപ്പോൾ ആദ്യത്തെ ലെവലിൽ വീടുകളിൽ നിന്നും ആദ്യം ഗാർഹിക മാലിന്യം തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ജൈവം അജൈവവും വേർതിരിക്കുക. അജൈവ മാലിന്യത്തിന് അതിൻ്റേതായ ആളുകൾക്ക് ആഴ്ചയ്ക്കൊരിക്കയോ 2 ആഴ്ചയൊരിക്കയോ കൊടുക്കുക. ജൈവ മാലിന്യത്തെ ദിവസം പ്രതി നമുക്ക് ഒന്നുകിൽ വീടുകളിൽ കമ്പോസ്റ്റ് ചെയ്യാം, അത് സോഴ്സ് ലെവൽ കമ്പോസ്റ്റിങ്. പിന്നെ ഒരു മാക്രോ ലെവൽ കമ്പോസ്റ്റ് ചെയ്യാം, ഒരു കമ്മ്യൂണിറ്റി ലെവലിലോ, ഇല്ലെങ്കിൽ ഒരു ബിഗ് ലെവൽ, ഒരു മെഗാ ലെവലിൽ നമുക്ക് കമ്പോസ്റ്റ് ചെയ്യാം. ഇത് 3 മെത്തേഡ്സാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ മൂല്യവർദ്ധിത വസ്തുവാക്കുക എന്നുള്ളതാണ് വേസ്റ്റ് ടു വെൽത്ത്. അത് തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ ആദ്യം ചിന്തിക്കേണ്ട കാര്യം. അപ്പോൾ ആദ്യം വേണ്ടത് ഇതിനെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഉതകുന്ന രീതിയിലേക്ക് ഉപയോഗിക്കണം. ആദ്യം നമ്മൾ ഉറവിട മാലിന്യ സംസ്കരണം, അതിനുള്ള പ്രത്യേക ഡിവൈസുകളുണ്ട്. അത് ഒരു ഇന്നത്തെ കണക്കനുസരിച്ച് ഒരു 10% ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട്. അവരത് നല്ല രീതിയിൽ ഉപയോഗിക്കും. ഇനി അടുത്ത് പറയുന്ന ഒരു മാക്രോ ലെവലാണ്. ഇതിൻ്റെ ഒരു നാനോ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു വീടാണ്, ഡൊമസ്റ്റിക് യൂണിറ്റ്. ഡെയിലി 1 കിലോ അവർ ജനറേറ്റ് ചെയ്യും. അതാണ് കേരളത്തിലെ ഒരു ആവറേജ് പ്രൊഡക്ഷൻ ഒരു വീടിൻ്റെ. അപ്പോൾ ഈ 1 കിലോയെ അവർ പ്ലാസ്റ്റിക് വിമുക്തം എന്ന് പറഞ്ഞാൽ അജൈവ മാലിന്യം വിമുക്തമാക്കി വെളിയിലൊരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ബിന്നിലോ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജോലി കഴിഞ്ഞു. അവരെ സംബന്ധിച്ച് ആ നാനോ യൂണിറ്റിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ജൈവ മാലിന്യത്തെ സംബന്ധിച്ച് കഴിഞ്ഞു. ഇത് വെളിയിൽ വരുന്നതോടുകൂടി ഇതൊരു നിശ്ചിത ഏജൻസിയുടെ ആൾ പോയി ഡെയിലി കളക്ട് ചെയ്യുന്നു. ഇതെടുത്ത് നേരെ ഒരു മാക്രോ യൂണിറ്റിലേക്ക് വരണം. മാക്രോ യൂണിറ്റ് എന്ന് പറയുന്നത് അത് പല രീതിയിലായിരിക്കും. ഇതിനെ വേസ്റ്റ് ടു വെൽത്ത്, അടുത്ത മൂല്യവർദ്ധിതമാക്കണം. അപ്പോൾ ഇതിൽ 2-3 രീതിയിലെടുക്കാം. ഇതിനെ പ്രോട്ടീനായിട്ട് കൺവേർട്ട് ചെയ്യാം, ഇതിനെ NPK ആയിട്ട് കൺവേർട്ട് ചെയ്ത് വളമായി ചെടികൾക്ക് കൊടുക്കാം. ഈ 2 രീതിയിലാണ് നമുക്ക് ഇതിനെ മൂല്യവർദ്ധനം വരുത്താൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് NPK പ്ലാൻ ചെയ്യാം. NPK ആക്കാൻ ഇതിൻ്റെ ഇത്രയും പ്രശ്നമുള്ളൂ. ഇത് ഒരു കമ്പോസ്റ്റിംഗ് പ്രക്രിയയിലൂടെ കടത്തിവിടുക. ഇന്നത്തെ നൂതന ബാക്ടീരിയ മിശ്രിതം ഇനാക്കുലമൊക്കെ വെച്ച് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ഇതിനെ കമ്പോസ്റ്റാക്കി മാറ്റാൻ പറ്റും. ഒരു 15 മുതൽ 20 ദിവസം വരെ. അതിനുള്ള നിയന്ത്രിതമായ രീതിയിൽ ചെയ്യുന്ന ചെറിയ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ 1000 കിലോ ഒരു ദിവസം കമ്പോസ്റ്റ് ചെയ്യാൻ നമുക്ക് കേവലം 3 സെൻറ്റ് സ്ഥലം മതി. 3 സെൻറ്റ് സ്ഥലത്ത് നമുക്കൊരു കവേർഡ് സിസ്റ്റം സെറ്റ് ചെയ്താൽ അതിനകത്ത് നിയന്ത്രിതമായ രീതിയിൽ ചെയ്യാനുള്ള സാങ്കേതികത ഇന്ന് അവൈലബിളാണ്. ഡെയിലി 1000 കിലോ 1 ടൺ വേസ്റ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയ ഒരാൾക്ക് ജോലി കൊടുക്കാം. 1000 കിലോ 1000 വീടുകളിൽ നിന്ന് വേസ്റ്റ് എടുത്തുകൊണ്ട് വന്ന് അതിനെ കമ്പോസ്റ്റ് ചെയ്ത് വളമാക്കുന്നു. അപ്പോൾ ഇത് NPK ആവുന്നു. അതിന് ഏറ്റവും വലിയ ഗുണം ഇത് ഫ്യൂവൽ യൂസേജ് വളരെ കുറവാണ്. കാര്യം ഇതൊരു സിറ്റിയിൽ തന്നെ ഒരു വാർഡിലോ അല്ലെങ്കിൽ ഒരു 2-3 വാർഡുകൾ ചേരുന്ന ഒരു ഇതിലോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ വേസ്റ്റിനെടുത്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് ദൂരേട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. രണ്ടാമത്തെ ഓപ്ഷൻ പ്രോട്ടീനാക്കുക എന്നുള്ളതാണ്. പ്രോട്ടീനാക്കാനുള്ള സംവിധാനം ഇതിനൊന്നുകിൽ പിഗ് ഫാംസിൻ്റെ ഒരു 10% കൺസ്യൂം ചെയ്യാൻ പറ്റും. അത് 10% പറ്റത്തുള്ളൂ ജൈവ മാലിന്യത്തിൽ. ബാക്കി രണ്ടാമതൊരു കാര്യമുള്ളത് ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ലാർവ ബിൽഡ് ചെയ്യുക. അതിലും ഒരു 30% ലാർവ ഭക്ഷണം കഴിച്ച് മിച്ചം വരുന്നത് നല്ല ഒന്നാന്തരം ഒരു കമ്പോസ്റ്റായി മാറ്റാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഈ ജൈവ മാലിന്യത്തിനെ കംപ്ലീറ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുകയും
ഇതിനെ റീയൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ഓൾറെഡി പലയിടത്തും ചെയ്യുന്നതാണ്. നമുക്കൊരു വാർഡിൽ നമുക്ക് ചെയ്യാൻ ഉള്ളൊരു ഒരു പ്രോട്ടോടൈപ്പ് ഞങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും നഗരസഭയ്ക്ക് അല്ലെങ്കിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനോ ഇത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ നേരിട്ട് ബന്ധപ്പെട്ടാൽ ഇത് ഞങ്ങളവിടെ വന്ന് ചെയ്തു തരുന്നതായിരിക്കും. താങ്ക് യു. ഞങ്ങളുടെ ഫോൺ നമ്പർ എന്ന് പറയുന്നത് 9916354389. ഇതിൽ നേരിട്ട് ബന്ധപ്പെടുക. എൻ്റെ ഫോൺ നമ്പർ, എൻ്റെ പേര് സുബീഷ് എന്നാണ്. ഞാൻ എൻ്റെ ഓർഗനൈസേഷൻ്റെ പേര് വി കെയർ സൊല്യൂഷൻസ് എന്നാണ്. താങ്ക് യു.